ഈ വീടിനകത്ത് എന്തൊക്കെയോ നാടകങ്ങൾ നടക്കുന്നുണ്ട്, അതുറപ്പാ. എനിക്കോ അരുണിനോ അറിയാൻ പറ്റാത്ത തരത്തിലുള്ള എന്തൊക്കെയോ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ശരി, നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സത്യം അരുണേ, അശ്വതിയെ പലരുടെയും മുന്നിൽ നിന്നും മറച്ചു നിർത്തുകയാണ്. നീ പറയുന്നത് യുക്തിപരമായി ചിന്തിക്കുമ്പോൾ ശരിയാവുന്നില്ല. ഇവിടെ ഇന്ന് അമ്മയും നീയും ഞാനും ശ്യാമയും അമൃതേട്ടത്തെയും മാത്രമേ ഉള്ളൂ. ഞാനൊഴികെ ബാക്കി എല്ലാവർക്കും അശ്വതി അറിയാം. അപ്പൊ പിന്നെ ആരിൽ നിന്ന് അശ്വതിയെ മറച്ചു പിടിക്കേണ്ടത്? ഞാൻ അശ്വതിയെ കാണാൻ പാടില്ല എന്ന് അവർ പ്ലാൻ ചെയ്തെന്നോ? അല്ല, ആലോചിക്കുമ്പോൾ എനിക്ക് ആ രീതിയിലാണ് ചിന്തിക്കാൻ തോന്നുന്നത്. അശ്വതി എന്റെ കണ്ണിൽ പെടാൻ പാടില്ലായിരുന്നു, അങ്ങനെയാണോ? അല്ല, ചിലപ്പോ അങ്ങനെ ആയിക്കൂടെന്നില്ലല്ലോ. അരുൺ കണ്ട ആദ്യേട്ടനോടൊക്കെ പറഞ്ഞ് ഇഷ്യൂ ഒക്കെ ആയാലോ എന്ന് ചിലപ്പോ സംശയിച്ചു കാണും. എന്ത് ഇഷ്യൂ? അശ്വതി വളരെ യാദൃശ്ചികമായി വന്നു, പെട്ടെന്ന് തന്നെ തിരിച്ചു പോവുകയും ചെയ്തു, അത്രേ ഉള്ളൂ. എന്താണേലും ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. എന്ത്? അല്ല, അവളെ അന്വേഷിച്ച് നടന്നപ്പോ അരുണിന് എന്തോ ഒരു പ്രത്യേക ഫീല് പോലൊക്കെ തോന്നി. അല്ല, അതെന്താന്ന് വെച്ചാ ഈ എനിക്ക് പരിചയമുള്ള ആരോ അടുത്തെവിടെയോ ഉണ്ടെന്നൊരു തോന്നൽ വന്നു. ഒരു പ്രത്യേക മണോ അങ്ങനെ എന്തോ ഒരു തോന്നല്. പിന്നെ ആ കുട്ടിയില്ലേ, അതിനെയും എവിടെയോ അറിയാവുന്നുള്ളത് പോലെ തോന്നി. തോന്നും, അതാ പറഞ്ഞേ. അത് ഈ വീട്ടിലെ കുട്ടിയല്ലേ? നീ എന്താ ഐശ്വര്യ പറയുന്നേ? അരുണിന്റെ ഏട്ടന്റെ കുട്ടിയല്ലേ, അപ്പോ ഈ വീട്ടിലെ കുട്ടിയല്ലേ? ഐശ്വര്യ, ഐശ്വര്യ, ദാ അമ്മേ വരുന്നു. എന്തോ എനിക്ക് വളരെ അടുപ്പമുള്ളതായി തോന്നി. ഏയ്, അത് വെറും തോന്നലാവും. ഒരു ബോംബ് പൊട്ടിക്കാം. ആദ്യേട്ടാ, ആക്കിയോ അച്ഛനൊന്നും വരാറായില്ലേ? ഇന്ന് ഓഫീസിൽ ഹെവി വർക്കായിരുന്നു ഐശ്വര്യ. അരുണും ഇന്ന് ലീവായിരുന്നല്ലോ. അച്ഛനും അഖിലും ഒക്കെ വരാൻ വൈകും. ആദ്യേട്ടാ, ഇന്ന് നമുക്കിവിടെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ആരാ വന്നത്? അമ്മയ്ക്ക് അന്ന് ആശുപത്രി വെച്ച് ബ്ലഡ് കൊടുത്തില്ലേ, അശ്വതി. അശ്വതിയാ വന്നത്. അശ്വതിയും കുട്ടിയും ഉണ്ടായിരുന്നു. നല്ല കുട്ടിയാ ശ്രീകുട്ടി. അതുപോലെ അശ്വതിയും ഇടിക്കുക. അശ്വതി ഇവിടെ വന്നു. അതെ, പക്ഷേ പെട്ടെന്ന് തിരിച്ചുപോയി. എന്തിനാ അവരെയൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റിയത്? അതിനെന്തിനാ ആദ്യമായിട്ട് ചൂടാവുന്നേ? അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്ത് സഹായിച്ച കുട്ടിയല്ലേ, വഴിയിൽ വെച്ച് കണ്ടു. അമ്മയാ കൂടുതൽ നിർബന്ധിച്ചത്. ആര് നിർബന്ധിച്ചിട്ടായാലും വിളിക്കാൻ പാടില്ലായിരുന്നു. വെറുതെ ആവശ്യമില്ലാതെ ഓരോരോ. എന്താ എന്താ ഇവിടെ? അമ്മേ, എന്താ? അന്ന് ആശുപത്രിയില് അമ്മയ്ക്ക് ബ്ലഡ് തന്ന പെണ്ണില്ലേ, അശ്വതി, അവളെ ഈ വീട്ടിലേക്ക് വിളിച്ചോ? ആ, വിളിച്ചു. അതൊരു നല്ല കാര്യമല്ലേ. അതിന് നീ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? അതെ അമ്മേ, അതാ ഞാനും ചോദിച്ചത്. ഇത് കേട്ടാ തോന്നുമല്ലോ ആ കുട്ടി ആദ്യേട്ടന്റെ ശത്രുവോ മറ്റോ ആണെന്ന്. ശത്രുവായാലും ശരി, മിത്രമായാലും ശരി, പരിചയമില്ലാത്ത എല്ലാവരെയും ഇങ്ങനെ വിളിച്ചു വരുത്തി സൽക്കരിക്കേണ്ട കാര്യമൊന്നുമില്ല. ബ്ലഡ് തന്നതിന് പകരമായിട്ട് ഒരു മോതിരം കൊടുത്തില്ലേ, അവിടെ തീർന്നു എല്ലാ കാര്യങ്ങളും.
അതെ, അവിടെ തീരുന്നില്ല ആദ്യ കാര്യങ്ങള്. അമ്മേ, എനിക്ക് അശ്വതിയോടും അശ്വതിയുടെ മോളോടും ഒരു പ്രത്യേക വാത്സല്യം തോന്നുക. ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെ എനിക്ക് തോന്നി. കുറച്ചു ദിവസം അവരിവിടെ നമ്മുടെ കൂടെ നിൽക്കാൻ പറയാൻ വരെ എനിക്ക് തോന്നിയതാ. അമ്മേ, ഞാൻ അമ്മേ, നമുക്ക് വേണമെങ്കിൽ അവര് വിളിക്കാലോ. ഒന്ന് നിർത്തുന്നുണ്ടോ? ഒരു അശ്വതിയും കൊച്ചും അമ്മേ, വെറുതെ ഓരോ മാരണം. എന്താ അമ്മേ? എന്താ ആദ്യത്തെ കാര്യം? ആ അശ്വതിയും മോളും ഇവിടെ വന്നതിന്റെ കാര്യോ? അവര് വന്നത് ദേ ഇവന് ഇഷ്ടായിട്ടില്ല. ഏട്ടാ, അവരോട് വന്നു എന്ന് പറയുന്നതല്ലാതെ ഞങ്ങളാരും അവരെ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടോ കണ്ടില്ലയോ എന്നുള്ളതൊന്നും അല്ല പ്രശ്നം. അവര് വന്നതിന് ഇവനെന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? അതാ എനിക്ക് മനസ്സിലാവാത്തെ. ആദ്യേട്ടാ, അമ്മ ഓഫീസിലെ വർക്ക് കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നതല്ലേ, അതിന്റെ ആയിരിക്കും. ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഓഫീസിൽ നിന്ന് ക്ഷീണിച്ചു വരുന്നേ. ആ, എന്താ മോനെ, എന്താ കാര്യം? ആ, ഇതൊന്നും ഇത്ര വലിയ കാര്യമാക്കണ്ടമ്മേ. ആദ്യേട്ടാ, റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ചായ എടുത്ത് വെക്കാം. എന്താ അമൃതേടത്തി, ഇന്ന് ചായ കൊടുക്കാൻ ആകെ ഒരു ധൃതി. അമ്മേ, ആ അരുൺ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അവൻ കണ്ടിരുന്നോ അശ്വതിയെ? ഇല്ല, അരുണേട്ടൻ വന്നപ്പോ പോയി കഴിഞ്ഞു. ആ, ആദ്യേട്ടൻ ചെല്ലേ, ഞാൻ ചായ എടുക്കാം. ചെല്ലേ അമ്മ, ഞാൻ ചായ എടുത്തിട്ട് വരാം. അവൻ ഇങ്ങനെ ഒരു ദേഷ്യം വരാൻ എന്താ കാരണം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും കാരണം കാണും അമ്മേ, അല്ലാതെ ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. അമ്മ, ഓഫീസിലെ ടെൻഷൻ തന്നെ ആയിരിക്കും അമ്മേ. അഖിൽ സാർ ചിലപ്പോ ഇങ്ങനെയാ, പെട്ടെന്ന് ദേഷ്യം വരും. ചിലപ്പോ ജോലിയുടെ ക്ഷീണം തന്നെ ആവും. ആ, എന്തായിട്ടാ വിളിച്ചത്? അല്ല ഒന്നുമില്ല. ആരാ ഇന്ന് ഇവിടെ വന്നത്? ആ, അത് ഞാൻ ഏട്ടനോട് അങ്ങോട്ട് ചോദിക്കാനിരിക്കായിരുന്നു. ഏട്ടനറിയാവോ ഇന്ന് വന്ന സ്ത്രീയെ, അശ്വതിയെ? ആ, ഞാനെങ്ങനെ അറിയാനാ? ഇവിടെ ആരോ വന്നിരുന്നു, കുഞ്ഞുകൂടി ഉണ്ടായിരുന്നു എന്നൊക്കെ അറിഞ്ഞു. ആ സമയത്ത് നീ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞു. നീ കണ്ടോ അവരെ? ഇല്ല, അതല്ലേ രസം. അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ വെച്ച് ബ്ലഡ് കൊടുത്ത പെൺകുട്ടി വന്നുവെന്ന് ഐശ്വര്യ ഒന്ന് പറഞ്ഞു. കാണാനായി അവിടെ ചെന്നപ്പോ ആ കുട്ടിയെ കാണുന്നില്ല. അപ്പോ നീ കണ്ടില്ല? ഇല്ല, കണ്ടില്ല. അശ്വതി കണ്ടില്ല. അശ്വതിയുടെ മോളെ കണ്ടു. നല്ലൊരു കുട്ടി. അമ്മയ്ക്ക് ആശുപത്രിയിൽ വെച്ച് രക്തം കൊടുത്തു, അതൊക്കെ ശരി തന്നെ. പക്ഷെ അതിന്റെ പേരിൽ വീട്ടിലൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നത് എന്തിനാ? എന്താട്ടെ ഇങ്ങനെ? നമ്മുടെ അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്ത കുട്ടിയല്ലേ, അതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ലേ? ഏയ്, അതൊന്നും വേണ്ടായിരുന്നു. ഞാൻ അമ്മയുടെ സ്ട്രോങ് ആയിട്ട് പറയാൻ പോവാ. എന്താട്ടെ ഇത്? അത് പിന്നെ ആ അശ്വതിയോട് കൂടുതൽ ആരും അടുക്കൊന്നും വേണ്ട. അവനെ ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇല്ല, എനിക്ക് മനസ്സിലായില്ല. എന്ന് വെച്ചാ? ഏട്ടാ, ഞാൻ കാര്യമായിട്ട് ചോദിക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, മറ്റാരും ഇതറിയില്ല. ഏട്ടൻ എന്നോടെങ്കിലും ഒന്ന് തുറന്നു പറ, ആരാ കുട്ടി? പറയേട്ടാ. ഇങ്ങനെ ഒരാളിവിടെ വന്നു എന്നറിഞ്ഞ് ഏട്ടന് ദേഷ്യം തോന്നണമെങ്കിൽ അതിലെന്തോ ഉണ്ട്. അരുണെ, ഞാൻ സത്യമായിട്ടും പറയാം, എനിക്ക് ആ കുട്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്റെ ഭാര്യയ്ക്കത് മനസ്സിലായി. ഇപ്പൊ കണ്ടില്ലേ, അവളുടെ ദേഷ്യമൊക്കെ തീർന്നു. അവളിപ്പോ സന്തോഷത്തിലല്ലേ? അതെ, അമൃതേട്ടത്തി ഹാപ്പിയാണ്, അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അമൃതേട്ടത്തിയുടെ വിഷമം തീർന്നപ്പോൾ തന്നെ നമ്മുടെ വീടിനാകെ ഒരു സന്തോഷമായി. മോനെ, അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ വീടിന്റെ സന്തോഷം ഇല്ലാതാക്കണ്ട. ഏട്ടാ, ഞാൻ ഈ അശ്വതിയെ കണ്ടു എന്ന് വെച്ച് നമ്മുടെ വീട്ടിലെ സന്തോഷം എങ്ങനെയാ ഇല്ലാതാവുന്നേ? എന്താ അശ്വതി എന്തെങ്കിലും ഏട്ടനെ കുറിച്ച് എന്നോട് പറയുമെന്നുള്ള പേടിയുണ്ടോ?
എന്ന് വെച്ചാ എന്റെ ഏട്ടനെ കുറിച്ച് എന്തെങ്കിലും. എടാ ഞാൻ പറഞ്ഞില്ലേ, ഞാനുമായിട്ട് അവക്കൊരു ബന്ധവുമില്ല, എന്നെ കുറിച്ച് പറയാനൊന്നുമില്ല. പിന്നെ എന്നെ കുറിച്ചാണോ പറയാനുള്ളത്? ഏട്ടാ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ അശ്വതിയാണോ അന്ന് കാശും ചോദിച്ച് നമ്മുടെ ഗേറ്റിന് മുമ്പിൽ വന്നത്? നമ്മൾ തമ്മിൽ തർക്കം ഉണ്ടായത് ഈ കുട്ടി കാരണമാണോ? ഞാനിനി ഇത് വിശദീകരിക്കാനേ നിൽക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് കേൾക്കണോ വേണ്ടോ എന്നൊക്കെ നീ തീരുമാനിച്ചാൽ മതി. ഏട്ടാ, ഏട്ടനിത് എന്തൊക്കെയാ പറയുന്നേ? ഇനിയും ഏട്ടൻ ആ കുട്ടിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതോ ഏട്ടൻ ഈ പറയുന്നതൊക്കെ നല്ല അർത്ഥത്തിലാണോ? അതോ ഇനി ഏതോ ഒരു പെണ്ണ് കാരണം വീട്ടിൽ വഴക്ക് വേണ്ട എന്ന് വിചാരിച്ച് പറയുന്നതാണോ? ആയിരിക്കും. പക്ഷേ എനിക്കെന്തോ ആ അശ്വതി വന്നപ്പോൾ മുതൽ ഒരു പ്രത്യേകത പോലെ. പിന്നെ ആ മോള് ശ്രീകുട്ടി, ആ മോളോടും ഒരു പ്രത്യേക വാത്സല്യം തോന്നുന്നു. അശ്വതി, എന്താ ഇന്നു മുഴുവൻ ആലോചനയായിരുന്നല്ലോ. നീ ഇന്ന് എവിടെയാ പോയത്? പറഞ്ഞില്ലേ അമ്മേ, ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി. കൂട്ടുകാരിയോ? ഏത് കൂട്ടുകാരിയാ നിനക്കുള്ളത്? ശ്രീകുട്ടിയോട് ചോദിച്ചിട്ട് അവളും ഒന്നും മിണ്ടുന്നില്ല. അവളെയും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും ഒന്നും പറയരുതെന്ന്. നിക്ക, ആനന്ദ നിലയത്തിലെ ആരെങ്കിലും കണ്ടിരുന്നോ നീ? അമ്മ എന്നൊന്ന് വെറുതെ വിട്. അവര് മയക്കി പാട്ടിലാക്കിയിട്ടെ ഇവിടുന്ന് അങ്ങ് പറഞ്ഞയക്കാൻ നോക്കും. ശ്രീകുട്ടിയുടെ ചോര അവിടുത്തെ ചോരയാ, അത് ഓർമ്മ വേണം. നിന്നെ പടുകുഴിയിൽ തള്ളിയിട്ടെ അവനെ എങ്ങനെ വിലസാൻ ഞാൻ സമ്മതിക്കില്ല. കുട്ടി എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ലല്ലോ. അതെന്താ അങ്ങനെ? എനിക്ക് ഒരു കുഞ്ഞില്ലാത്തത് കൊണ്ടുള്ള തോന്നലാണോ? എന്താ അരുൺ? എന്താ ഉറക്കം വരുന്നില്ലേ? ഇല്ല, എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. എന്താണെന്നറിയില്ല. എന്താന്ന് എനിക്ക് മനസ്സിലായി. എന്താ? ആ അശ്വതിയും കുഞ്ഞുമല്ലേ? അല്ല, താൻ പറഞ്ഞത് സത്യമാണെങ്കിൽ എന്തിനാ ഒരു ഒളിച്ചുകളി പോലെയൊക്കെ നടത്തിയത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആദ്യേട്ടാ, അറിഞ്ഞേട്ടാ,
ഒരു കാര്യം പറയാനുണ്ട്. എന്താടാ? കാര്യം ഞാൻ ബാംഗ്ലൂരിൽ നിൽക്കുന്ന അച്ഛനെ വിളിച്ചറിയിച്ചു. അച്ഛൻ സമ്മതം തന്നിട്ടുണ്ട്. കാര്യം എന്താ, നീ അത് പറ. ഞാനൊരു മ്യൂസിക് കമ്പനി തുടങ്ങാൻ പോവാ. ഇതെന്താ എല്ലാവരും അന്തം വിട്ട് നോക്കുന്നേ? എടാ, നീ മ്യൂസിക് കമ്പനി തുടങ്ങാൻ പോകുന്നോ? ആ, അതെ. അല്ല ആദ്യേട്ടാ, നമ്മൾ കേട്ടതിന്റെ കുഴപ്പമാണോ അല്ല ഇനി യഥാർത്ഥത്തിൽ പറഞ്ഞ തന്നെയാണോ? എടാ, നീ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? നീ ഒന്ന് തെളിച്ചു പറ അഖി. പറയാം. സ്പൈസസ് രംഗത്ത് നമ്മുടെ കമ്പനി ഒരു വലിയ വിജയമായി കഴിഞ്ഞു. നമ്മളപ്പോ ഇനി കലാപരമായ ഒരു മേഖലയിൽ കൂടി നമ്മുടെ ബിസിനസ് വ്യാപിപ്പിക്കുന്നു. ആർട്ടിന്റെ മേഖലയിൽ നമുക്കൊരു സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് കമ്പനിക്കൊരു ഗുഡ് വിൽ ഉണ്ടാക്കി തരും. എടാ, നീ പറയുന്നത് എനിക്കങ്ങോട്ട് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സ്മൂത്തായി പോകുന്ന കമ്പനിയിൽ നിന്നും ശ്രദ്ധ മറ്റൊന്നിലേക്ക് മാറിയാൽ അത് നിലവിലെ കമ്പനിയെ ബാധിക്കില്ലേ? അതൊക്കെ പോട്ടെ, പെട്ടെന്ന് എന്താ സംഗീത മേഖലയിലേക്ക് ഒരു താല്പര്യം വന്നേ? മോനെ, ഏത് ബിസിനസ്സാണോ തുടങ്ങുന്നത് ആ ബിസിനസ്സിൽ ഒരു മുൻപരിചയമൊക്കെ വേണ്ടേ? അതുകൊള്ളാം. മ്യൂസിക് കമ്പനി തുടങ്ങാൻ പാട്ടറിഞ്ഞിരിക്കണമെന്നും പാടണമെന്നൊക്കെ ഉണ്ടോ? അതിന്റെ ബിസിനസ് സാധ്യത മനസ്സിലാക്കിയാ പോരെ? അമ്മേ, ഏട്ടന്മാരെ, ആരും നോ പറയരുത്. കമ്പനി അക്കൗണ്ടുമായിട്ട് ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ക്ലബ് ചെയ്യാം. നമ്മുടെ കമ്പനിയുടെ ഒരു പാരലൽ കമ്പനി. എന്നാ പിന്നെ നിനക്കൊരു ഇവന്റ് മാനേജ്മെന്റ് പോലൊരു ബിസിനസ് ആയിക്കൂടെ? അതല്ലേ ഏട്ടാ നല്ലത്? അതൊന്നും ശരിയാവില്ല ഏട്ടാ. ഇത് ഞാൻ അങ്ങ് ഫിക്സ് ചെയ്തു. ഇതിന്റെ ബാക്കി കാര്യങ്ങള് വൈകാതെ ഞാൻ അറിയിക്കാം. അഖി പറയുന്ന കേട്ടിട്ട് അവന് അത്രയും നല്ല ഉറപ്പുണ്ടെന്നാ തോന്നുന്നേ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. അഖി തുടങ്ങുന്ന ബിസിനസ്സിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. എന്നാലും ശരി, എന്തെങ്കിലും നെഗറ്റീവാണ് പറയാനുള്ളതെങ്കിൽ അതിവിടെ ആർക്കും കേൾക്കണമെന്ന് ഒരു താല്പര്യമില്ല. അതെന്നെ പരിഹസിച്ചതാണല്ലോ. മതി മതി, അതേക്കുറിച്ച് സംസാരമൊന്നും വേണ്ട. അഖി തീരുമാനിച്ച കാര്യം നന്നായി വരട്ടെ. പിന്നെ അഖി, എനിക്കിതിലൊരു കാര്യം പറയാനുണ്ട്. എന്താമേ? എന്റെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഈ കമ്പനിയിൽ ഒരു ജോലി കൊടുക്കണം. ഇതെന്താ അമ്മ അപേക്ഷിക്കുന്ന പോലെയാണല്ലോ പറയുന്നത്? ആർക്കാണ് ജോലി കൊടുക്കേണ്ടത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് ഹോസ്പിറ്റലിൽ വെച്ച് ബ്ലഡ് തന്നില്ലേ അശ്വതി, ആ കുട്ടിക്കാ ജോലി കൊടുക്കേണ്ടത്. ഇന്നലെ ഇവിടെ വന്നിട്ട് ഒന്നും കാര്യമായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. ഭർത്താവില്ലാത്ത കുട്ടിയാ, ഒരു മോളും ഉണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നാ തോന്നുന്നേ. അങ്ങനെയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്താന്ന് നോക്കിയിട്ട് നമുക്ക് സ്പൈസസ് തന്നെ ജോലി കൊടുക്കാമല്ലോ. എടാ, അതൊന്നും ശരിയാവില്ല. അതെന്താ നീ അങ്ങനെ പറയുന്നേ? അല്ലമ്മേ, ആദ്യേട്ടൻ പറയുന്നത് നേരാ. അന്ന് അരവിന്ദേട്ടനെ എടുത്തപ്പോ തന്നെ ചെറിയ ഇഷ്യൂ ഉണ്ടായതാണല്ലോ. നമുക്ക് നോക്കാമേ. എന്തായാലും ചെറിയൊരു ബിൽഡിംഗ് എടുക്കുന്നുണ്ട്. വൈകാതെ തന്നെ ഒരു ചെറിയ ഉദ്ഘാടനം ഉണ്ടാവും. ശരിയമ്മേ, ഞാൻ ഇറങ്ങാം. ശ്യാമേ, ഏട്ടാ നമുക്ക് ഇറങ്ങണ്ട. എടാ, ഞാൻ കുറച്ച് താമസിച്ചേ വരൂ. നിങ്ങൾ ഓഫീസിലേക്ക് പോയിക്കോ. ശരി ഏട്ടാ. നീ വാ. അമ്മേ, എങ്ങനെയെങ്കിലും അശ്വതിക്ക് ഈ ജോലി വാങ്ങിക്കൊടുക്കണം. നോക്കാം. എടുത്തി, അമ്മ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാക്കുവാണല്ലോ. എന്തെങ്കിലും സംഭവിച്ച അമ്മ തന്നെയാ കുഴപ്പത്തിലാവാൻ പോകുന്നെന്ന് അമ്മ അറിയുന്നില്ല. എന്ത് ചെയ്യൂ ഒന്നും മനസ്സിലാവുന്നില്ല. മോളെ, എന്താ മമ്മി? അഖില് മ്യൂസിക് കമ്പനി തുടങ്ങാൻ പോകുന്നു. എന്താ മമ്മി?
നമ്മുടെ അഖില് മ്യൂസിക് കമ്പനി തുടങ്ങാൻ പോകുന്നു. നമ്മള് കമ്പനി തുടങ്ങാൻ പോകുന്നു അറിഞ്ഞിട്ടായിരിക്കും. നമുക്കിത് എങ്ങനെയെങ്കിലും ബ്ലോക്ക് ചെയ്യണം മമ്മി. ഞാൻ ജഗനെ ഒന്ന് വിളിക്കാം. ഉം.